അങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയ റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഉമ്മാനെ കൊണ്ട് വീട് കുടിയിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഖലീൽ ഉദ്ദബി ഉസ്താദ് വീട് കുടിയേൽക്കിനെ പറ്റിയിട്ട് ഒരു പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഉമ്മാനെ കൊണ്ട് കുടിയാനാട്ടി ഏറ്റവും നല്ലത് പണ്ഡിതന്മാരെ കൊണ്ട് കുടിയാക്കലും. അപ്പോൾ ഉമ്മാൻ്റെ വില എന്ന് വെച്ചാൽ ഉമ്മാനെ റെസ്പെക്റ്റ് ചെയ്താൽ മതി, ബഹുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് അതിനെപ്പറ്റി ഒരുപാട് ബാഡ് കമൻറ്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ അവസ്ഥ? കാരണം വെച്ചാൽ നമുക്ക് ശരിക്കും പഠിപ്പിക്കുന്നുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുള്ളത് ഉമ്മാൻ്റെ കാലടി കീഴിലാണ് സ്വർഗം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അതിനായിട്ട് നല്ല ശരിക്കുള്ള ഒരു മറുപടി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് നൽകുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് നമ്മൾക്കൊന്ന് കേൾക്കാം അല്ലേ. നമുക്ക് അക്ഷരം പഠിപ്പിച്ചു തന്ന അള്ള എന്ന ജലാലിയത്തിന്റെ ഇസ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന പാവപ്പെട്ടവരായ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരെ നമ്മൾ പരിഗണിക്കൽ കുറവാണ്. അവരാണ് നിങ്ങളുടെ ആദ്യത്തെ ഉസ്താദുമാർ. അവരെ കൂടെ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ തെരഞ്ഞുപിടിച്ച് വിളിക്കണം. അത് വലിയ ബറക്കത്താണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയും ചെയ്യാം. ഉമ്മാനെ കൊണ്ടും ഉപ്പാനെ കൊണ്ടും നമുക്ക് ചെയ്യിക്കാം. അതുപോലെ വലിയ സയ്യിദന്മാരെ കൊണ്ടും ആലിമീങ്ങളെ കൊണ്ടും നിങ്ങളുടെ മദ്രസയിലെ പാവപ്പെട്ട ഉസ്താദുമാരെ കൊണ്ടെല്ലാം നിങ്ങൾക്ക് ചെയ്യിക്കാം. എന്നാൽ എനിക്കേറെ ഇഷ്ടം നിങ്ങൾ രണ്ടു കൂട്ടരെയും ഉൾപ്പെടുത്തി ചെയ്യുക. വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും വരട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. അതല്ലേ ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ? പ്രകാശത്തിന്മേൽ പ്രകാശം രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അത് വല്ലാത്ത ബർക്കത്ത് തന്നെ ആയിരിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഉസ്താദിന്റെ ഈ പ്രസംഗത്തിന്റെ മുമ്പത്തെ ഭാഗമോ അവസാനത്തെ ഭാഗമോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം ജനങ്ങളിലേക്ക് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഉമ്മമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ കൊണ്ട് കുറ്റിയടിപ്പിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നന്മയാർന്ന കാര്യത്തിൽ തുടക്കം കുറിക്കൽ ഇത് ഉമ്മമാരെ കൊണ്ട് പറ്റുമോ ഇല്ലേ? ഇതാണ് പലരുടെയും സംശയം. തീർച്ചയായിട്ടും ഉമ്മമാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അവർ ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹിജാബ് പാലിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യൽ ഇസ്ലാമിൽ അനുവദനീയമാണ്. കാരണം അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉമ്മ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപ്പ മരണപ്പെട്ടാൽ ഏറ്റവും നല്ലത് മക്കൾ അവർക്ക് വേണ്ടി നിസ്കരിക്കലാണ്. കാരണം ഒരു പ്രിയപ്പെട്ട ഉമ്മാന്റെ മകന്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ ഹൃദയം പൊടിയുന്ന പോലെ മറ്റൊരാളുടെയും ഹൃദയം പൊടിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന് ഉത്തരം വളരെ വലുതായിരിക്കും. ഉമ്മാന്റെ പ്രാർത്ഥന പോലെ ഒരു മകൻ ഉപകാരപ്പെടുന്നതൊന്നും ഈ ലോകത്തിലില്ല. അതുപോലെയാണ് ഉപ്പാന്റെ പ്രാർത്ഥന. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മുമ്പ് മുതൽ തന്നെ വീട് കൂടലിനും ഉദ്ഘാടനങ്ങൾക്കും സന്തോഷ നിമിഷങ്ങളെല്ലാം നമ്മൾ സയ്യിദന്മാരെയും ആലിമീങ്ങളെയാണ് മുന്തിക്കല്. എന്താണ് അതിന്റെ കാരണം? റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബാക്കളുടെ വീടുകളിൽ എന്ത് സന്തോഷമുണ്ടായാലും അവർ റസൂലുള്ളാഹിനെയാണ് ബന്ധപ്പെടുക, തങ്ങളെ കൊണ്ടാണ് ചെയ്യുക. കാരണം അത് വല്ലാത്തൊരു ബറക്കത്തല്ലേ. അതേ നബി തങ്ങൾ തന്നെ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, എന്റെ പിന്തലമുറക്കാരാണ് ആലിമീങ്ങൾ.